പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നന്നാക്കാം. ആ പറഞ്ഞത് ഒരു മികച്ച ഇതാണ്. മന്ത്രിയുടെ മറുപടിക്ക് ഒരു മറുപടി പറയാനുണ്ടെന്നാണ് കോഴിക്കോട്ടെ ഓട്ടോക്കാർ പറയുന്നത്. സുഹൃത്തുക്കളെ, മന്ത്രിയുടെ മറുപടിയാണ്. നമ്മുടെ വി.ഡി. സതീശൻ മേനോൻ ഗവൺമെന്റിലെ മന്ത്രിമാർക്കെല്ലാം എല്ലാറ്റും ഒരു മറുപടിയുണ്ട്. ഈ മറുപടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു മുന്നേയുള്ള ഗവൺമെന്റിനെ കുറ്റം പറയുക എന്നുള്ളതാണ്. എന്തിനേറെ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ഗവൺമെന്റിന്റെ സ്വന്തമാണ് വിഴിഞ്ഞം. അതിപ്പോ എന്താണ്, അദാനി അവരുടെ ഓഹരി വിറ്റു. ആളുകൾ പറയുന്നത് കേരളത്തിന് വലിയ ലാഭം ഉണ്ടായി എന്നാണ്. അദാനി ഓഹരി വിറ്റതുകൊണ്ട് കേരളത്തിന് എന്ത് തേങ്ങയത്തെ ലാഭമാണ് സുഹൃത്തുക്കളെ. വേറൊരു കമ്പനിക്കാണ് അവർ ഓഹരി വിട്ടത്. 165 കോടിക്കാണ് വിട്ടത്. അവരാകെ ഇവിടെ വളരെ കുറച്ച് തുക മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കേരളത്തിന് എന്ത് ലാഭമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊങ്ങികള് എന്താ പറയുകയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും സംഗീതം അവിടെ കിടക്കട്ടെ. ഇപ്പോ നമ്മൾ നമ്മുടെ പരാതിയുമായിട്ട് വി.ഡി. സതീശമേനന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി.ഡി. സതീശമേനൻ നമ്മുടെ മുഖത്ത് നോക്കി പറയും ചെയ്തു തരാൻ കേട്ടോ. എന്നിട്ട് അടുത്ത നിമിഷം തന്നെ പറയും നടക്കില്ല, ചെയ്തു തരില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ ആരോഗ്യമന്ത്രി അടുത്തേക്ക് നമ്മളൊരു പരാതിയുമായിട്ട് പോവുകയാണ്. ആരോഗ്യമന്ത്രി എന്ത് ചെയ്യും? ഒക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയും. എന്നിട്ടും എന്ത് പറയും? അയാൾക്ക് അസുഖം വരാൻ കാരണം ഞാനല്ല, മുന്നത്തെ ഗവൺമെന്റാന്ന് പറയും. ഇനി അദ്ദേഹത്തെ നമുക്ക് വിട്ടുകളയാം. അവസാനം ഈ പൊതുമരാമത്തിന്റെ കാര്യം വെച്ചിട്ട് നമ്മുടെ പി.കെ. ബഷീറിനോട് നമ്മളൊരു കാര്യം ഉന്നയിച്ചു എന്ന് വിചാരിക്കുക. ആ കാര്യം ഉന്നയിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യാം എന്നുള്ളൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സംഭവിക്കുന്നത് റോഡിൽ മഴയാണ്, കുഴിയുണ്ട്. ഇപ്പോൾ തന്നെ എടപ്പാള് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ആ പാലം കഴിഞ്ഞാൽ തന്നെ വലിയ 2-3 കുഴികളുണ്ട്. സൂക്ഷിക്കുക എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ. പാലം കഴിഞ്ഞാൽ പിന്നെ ഒരു ടാക്കീസ് വരുന്നുണ്ട് ഇടത്ത വശത്ത്, ശാരദ ടാക്കീസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ കാണുന്നത് വലിയ കുഴികളാണ്. അതിൽ വീണ അപകടം ആർക്ക് സംഭവിക്കാതിരുന്നാൽ നന്ന്. ശരി, ആ കുഴികളൊക്കെ അവിടെ ഉണ്ടാട്ടെ. ഈ കുഴികൾ ഉണ്ട് എന്ന് നമ്മൾ ഈ മന്ത്രിയോട് മാന്യം മര്യാദയ്ക്ക് ഒരു പരാതിയായിട്ട് അറിയിക്കുന്നു. മന്ത്രി എന്ത് പറയും? എന്താ പറയാ? ഇങ്ങനെ പറയും, മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള അത് ഇപ്പൊ നമുക്ക് അതൊക്കെ റണ്ണിങ് കോൺട്രാക്ടറും മറ്റും കൊടുത്തിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നന്നാക്കാം. കണ്ടില്ലേ, മഴക്കാലായ കുഴിയൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എന്തിലൊക്കെ ചെയ്യാം. ഇങ്ങനെയാണോ ഒരു മന്ത്രി ഉത്തരം പറയേണ്ടത് എന്നൊക്കെയാണ് ഇപ്പൊ ചോദിക്കുന്നത്. എന്തായാലും കോഴിക്കോട്ടത്തെ ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓട്ടോക്കാർ പറയുന്നത് വാക്കാൽ പറയുകയല്ല, ഒരു അരമണിക്കൂർ ഓട്ടം കൊണ്ട് അതങ്ങ് കാണിച്ചു തരാമെന്ന് തന്നെയാണ് പറയുന്നത്. നോക്കാലോ, ഒരു ഓട്ടോക്കാരൻ പോവുകയാണ് ബിഗ് ടിയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് യാത്രാ ദുരിതം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. നടുവിന് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെയാണ് മെയിനായിട്ട് നമ്മളെ ഓട്ടോയിൽ കയറുക. പിന്നെ നമുക്കും അതേപോലെ തന്നെ ഊരക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും നടുവിന്. അപ്പോൾ അങ്ങനത്തെ റോഡുകളൊക്കെ നന്നാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സുഖമായിരുന്നു. നമ്മളെ ജോലിന്റെ ഭാരം ഒരുപാട് കുറയും. അതുപോലെ തന്നെ വണ്ടിന്റെ മെയിൻ്റനൻസും നമുക്ക് കുറഞ്ഞു കിട്ടും. പ്രധാന റോഡുകളും ഹൈവേകളും കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക സ്ഥലത്തും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്കൊരു ഉത്തരം കിട്ടില്ല, അത് നടത്തി തരില്ല എന്ന് ഒരു ഉറപ്പും കൂടി നമുക്കുണ്ട്. മനസ്സിലല്ലേ? ഇതിനൊരു ഉത്തരം കിട്ടില്ല, ഇതൊരു കാരണവശാലും നമുക്ക് നടത്തി തരില്ല എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുന്നത് രസകരമായ കാര്യമല്ലേ? സൂചിപ്പിച്ചു മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള ഇപ്പൊ നമുക്കതൊക്കെ റണ്ണിങ് കോൺട്രാക്ടറും മറ്റും കൊടുത്തിട്ട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറാൻ അമേരിക്ക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ കാറിനൊക്കെ മെറ്റീരിയൽസിനൊക്കെ വില കൂടിയിട്ടുണ്ട്. അത് ഒരു ഉല്ലാസ് സൂചിപ്പിച്ചു കുഴി പറഞ്ഞ മഴക്കാലായ കുഴി റോട്ടിലുണ്ടാവും. കേരള നമുക്കതൊക്കെ അപ്പോ എല്ലാതും തീരുമാനമായി വരികയാണല്ലോ എന്നുള്ളതാണ്. ബൈ.